ഒരു മാസത്തേക്ക് പുള്ളി പോയതുകൊണ്ട് അടച്ചിടേണ്ടി വന്നിരുന്നു. ബംഗാളിൽ ഭരണമാറ്റം വന്നതോടെ അവിടെ ഡെവലപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പം അതിഥിത്തൊഴിലാളികൾ അവിടെ നിന്നു. അത് ആരും ഇല്ലാത്തപ്പോൾ പിന്നെ ഏക വരുമാന മാർഗം ഇതാണ്. അപ്പോൾ ഫുഡിന് വരാന്നോർത്ത് വന്നു. ഒരു വണ്ടി ഞാൻ തന്നെയാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പിന്നെയും തുടങ്ങി ഒരു മാസം കഴിഞ്ഞ്. പുള്ളി ഇലക്ഷന്റെ ഒക്കെ കാര്യമായിട്ടായിരുന്നു പോയത്. ഇപ്പൊ ഇനി തിരിച്ചു വരാൻ സാധ്യത കുറവാ. നമസ്കാരം. അവധിയെടുത്ത് നാട്ടിൽ പോയ അതിഥി തൊഴിലാളി മടങ്ങി വരാത്തതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ പിതാവിൻ്റെ സംരംഭം മകൾ മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പാലാ പൈകയിൽ പ്രവർത്തിക്കുന്ന മരിയ കാർ വാഷിംഗ് കേന്ദ്രമാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി അതിഥി തൊഴിലാളി നാട്ടിലേക്ക് പോയി ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല. 1 മാസമായി ഈ സ്ഥാപനം അടച്ചു കിടക്കുകയായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ പാലാ പൈക സ്വദേശിയായ ജോഷിയുടെ മകൾ അമി ജോഷിയാണ് ഇവിടെ ജോലിക്കായി പിതാവിനെ സഹായിക്കാനായി എത്തിച്ചേരുന്നത്. ഇപ്പോഴും മോൾ വലിയ തിരക്കിലാണ്. ജോലി തിരക്കിലാണോ അമി? എങ്ങനെയാണ് ഇപ്പം അച്ഛനെ സഹായിക്കാമെന്ന് കണക്ക് കൂട്ടിയത്? അത് ആരും ഇല്ലാത്തപ്പോ പിന്നെ ഏക വരുമാന മാർഗം ഇതാണ്. അപ്പോൾ ഫുഡിന് വരാന്നോർത്ത് വന്നു. എത്ര വർഷമായി ഇത് സ്ഥാപനം പ്രവർത്തിക്കുന്നു? ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പം പോലെ പപ്പായെ സഹായിക്കാൻ വേണ്ടി വരുമോ? ഇല്ല, ഈയിടെയായിരുന്നു തുടങ്ങിയത്. പഠിത്തമായിരുന്നു മെയിൻ. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് +2ലേക്ക് പോകണം? മാർക്കൊക്കെ എങ്ങനെയുണ്ട്? 8A+, 2B+. ഓ, അപ്പം മിടുക്കിയാണ്. 8A+ വാങ്ങി. അത് ശരി. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ വന്ന് ജോലി? കാർ വാഷിംഗ് ആണ്. അതൊക്കെ എങ്ങനെയുണ്ട്? അതിനകത്ത് താരതമ്യപ്പെട്ട് പോകുന്നുണ്ടോ? ചില ദിവസമൊക്കെ കുറെ വണ്ടി ഉള്ളപ്പോൾ കുറച്ച് മടുപ്പുണ്ട്. അല്ലാതെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പ സമ്മതിക്കും ഇതിങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ ആണോ? എന്തൊക്കെ ചെയ്യും ഇവിടെ? ഇവിടെ വണ്ടി വെള്ളം ഒഴിക്കും, ഫോം ചെയ്യും, പിന്നെ നമ്മൾ പോളിഷ് ഇടും. ടയറിനും അകത്ത് ഡാഷിലും ഒക്കെ ആയിട്ട് പോളിഷ് ഇടാറുണ്ട്. അപ്പാടെ മേൽനോട്ടത്തി എല്ലാം പഠിച്ചാ? അത്യാവശ്യം. ഇൻട്രസ്റ്റിംഗ് ആയോ ജോലി? അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റ് ഉള്ള ജോലി തന്നെയാണ്. ഈ സ്കോപ്പിൽ അങ്ങനെ ആരും വരാറില്ല. എന്താണെങ്കിലും ഈ അതിഥി തൊഴിലാളി വരാത്തതിനെ തുടർന്നാണ് മോൾ ഇങ്ങനെ രംഗത്തിറങ്ങിയത്. അപ്പം എത്ര ദിവസം ഈ കട അടച്ചിട്ടു? ഒരു മാസത്തേക്ക് പുള്ളി പോയതുകൊണ്ട് അടച്ചിടേണ്ടി വന്നിരുന്നു. ഒരാളുടെ സഹായമില്ലാതെ പപ്പായ്ക്ക് തുറക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പിന്നെയും തുടങ്ങി ഒരു മാസം കഴിഞ്ഞ്. അപ്പം വണ്ടിയൊക്കെ ഒരുപാട് എത്തുന്നുണ്ടോ? അത്യാവശ്യം കുറേ വരുന്നുണ്ട്. രാവിലെ ഒരു 8 മണിയാകുന്ന നേരത്തെ അപ്പൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നതാണ്. ചോറൊക്കെ കൊണ്ടുവരും, ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആവുന്ന നേരത്താണ് തിരിച്ചു പോകുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവധിയൊക്കെ ആയതുകൊണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. വെറുതെ സമയം കളയുന്നില്ല. അതെ. നീ ബംഗാൾ തിരിച്ചു വരുമോ? എന്താ അയാൾ പറയുന്നത്? പുള്ളി ഇലക്ഷൻ്റെ ഒക്കെ കാര്യമായിട്ടായിരുന്നു പോയത്. ഇപ്പോൾ ഇനി തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. വേറെ ആളെ ജോലിക്ക് എടുക്കുന്നോളം വരെ മോള് സഹായിക്കാം. അതെ. എന്താണ് ടഫാണോ ഇവിടുത്തെ ഈ ജോലിയൊക്കെ? ഭയങ്കര ടഫാണോ? കുറച്ച് ടഫാണ്, പക്ഷെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടേ അത്യാവശ്യം എളുപ്പമാണ്. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്? അതെ, ജീവിക്കാൻ എന്തും ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ് മോളുടെ അംബീഷൻ? എന്താ? എനിക്കൊരു പൈലറ്റ് ആവണം എന്നാണ് ആഗ്രഹം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പായുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു മൂത്ത ചേച്ചിയുണ്ട്. ചേച്ചി എന്തിരുന്നു? ചേച്ചി ഇപ്പോൾ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ കളിക്കാനൊന്നും പോയില്ല അവധിക്കൊക്കെ? ഇല്ല. മൊബൈലൊന്നും കാണാറില്ലേ? കാണാറുണ്ട്, വൈകുന്നേരം ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്ത്. അപ്പം മൊബൈലിൽ നിന്നൊരു മോചനമാണോ? അതെ. വീട്ടുകാരൊക്കെ എന്ത് പറയുന്നത്? അമ്മ എന്ത് പറയുന്നത്? അമ്മ പറയുന്നത് ഇങ്ങനെ പോകുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. ഒരാളെ ജോലിക്ക് എടുക്കണമെന്നായിരിക്കും അമ്മ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ. ബംഗാളി എന്താ കൂടുതൽ കൂലിയൊക്കെ ചോദിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, പുള്ളി പോയതായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം എന്തോ കാരണത്താൽ തിരിച്ചു വരുന്നില്ല. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ SHലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ജോഷിടാ, മകൾ എത്തിയത് വലിയൊരു സഹായമാണ്. ഭയങ്കര സഹായമാണ്. എന്ന് ചോദിച്ചാൽ ഒരു വണ്ടി ഞാൻ തന്നെയാണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ 50 മിനിറ്റിന് കൊണ്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
തന്നെയാകുമ്പോൾ ഭയങ്കര ഇതാണ്. ഇതിന് തുടക്കുകയും ഇതുമാണ് പണി. വാഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഷീൻ ഇതും പമ്പ് കൊണ്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് തുടച്ചെടുക്കുന്നതിനാണ് സമയം വരുന്നത്. അതുകൊണ്ട് വലിയ ഉപകാരമാണ് അവിടെ വന്ന് സഹായിക്കുന്നുണ്ട്. പഠിച്ചെടുത്തോ മോള്? ഇത് പിന്നെ അവറേജ് പിടിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നീ തുടയ്ക്കാൻ പരിപാടികളുള്ളൂ, വലിയ അങ്ങനെ റിസ്ക് ഉള്ള പരിപാടികളൊന്നും കൊടുക്കാറില്ല. അത് തന്നെ കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുക. ഈ അതിഥി തൊഴിലാളി എവിടെയുള്ള ആളാണ്? പുള്ളി ആസാംകാരനാണ്. അപ്പം ഇപ്പം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. വരാമെന്ന് പറഞ്ഞ് ആദ്യമേ കുറച്ച് കാലം നിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വരാൻ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഫോണ് ഡിസ്കണക്റ്റാണ്. അതുകൊണ്ട് എത്ര രൂപയാണ് ആളുടെ കൂലി? അയാൾക്ക് 800 ചിലവും. 800 രൂപ താമസം, ഇവിടെ റൂമുണ്ട്, എല്ലാം കൊടുക്കുക. അയാളിപ്പം എന്താണ് വരാൻ പറ്റാതെ പറഞ്ഞിട്ടുമില്ലല്ലേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവസാനം വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു. പിന്നെ ആ ലൈനും ഇല്ല. പുള്ളിയുടെ വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഒരു ഗ്രൂപ്പിലും ഇല്ല. എത്ര വർഷം പുള്ളിയോട് ജോലി? പുള്ളിയുടെ 3 വർഷത്തോളം. കൂലി കൂടുതലും ചോദിച്ചോ? ഇല്ല, കൂലി അങ്ങനെ ചോദിച്ചില്ല. അത് അവൻ ആനുപാതികമായിട്ട് അവൻ തുടങ്ങിയപ്പോൾ 500 രൂപയ്ക്ക് തുടങ്ങിയതാണ്. അത് ഓരോ വർഷത്തോളം 100 രൂപ വെച്ച് കൂട്ടി 800 രൂപയ്ക്കാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരുന്നത്. കുടുംബമൊക്കെ ഉള്ള ആളാണോ? കുടുംബം കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടിൽ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും അവധിക്കാലത്താണ് ഇപ്പം മോള് വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം പഠിത്തം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വരാൻ പറ്റില്ല. അപ്പം വേറെ ആളെ നോക്കുന്നുണ്ടോ? ആളെ നോക്കുന്നുണ്ട്. അത് ഞാൻ പല ഇവർ കൊണ്ടുവരുന്ന ഏജൻറ്റുമാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മാസം കഴിയാതെ ആരെയും കിട്ടത്തില്ല എന്നുള്ളതാണ് അവരും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ ഭരണമാറ്റം വന്നതോടെ അവിടെ ഡെവലപ്പിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി കഴിയുമ്പം അതിഥി തൊഴിലാളികൾ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2028 ബംഗാളികൾ കേരളത്തിൽ ഇല്ലാതെയാകുന്നൊരു സാഹചര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു മാസം ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അതുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. നമുക്ക് വരുമാനം ഇതല്ലേ ഉള്ളൂ. ഇത് അപ്പം പിന്നെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. മോള് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തല്ലേ? ഞാൻ ചുമ്മാ സൂചിപ്പിച്ചു അവളൊക്കെ. ഏതായാലും അങ്ങനെ ബംഗാളികൾക്കൊന്നും അങ്ങനെ മലയാളികളെ തോൽപ്പിക്കാൻ പറ്റത്തില്ലല്ലേ? നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. മോളെന്താ പറയാനുള്ളത്? ഈ മോളുടെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം മോക്കെന്താ പറയാനുള്ളത്? അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ശരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഫോൺ കാണുന്നത് അങ്ങനെ നല്ലതല്ല. അപ്പോൾ ഇങ്ങനെ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത്. ശരി, അപ്പോൾ എന്തായാലും ഹാപ്പിയാണ്. ജോലി സ്ഥലത്ത് സ്വന്തം സ്ഥാപനമാണ്, ഹാപ്പിയാണ്, എൻജോയ് ചെയ്യുന്നുണ്ടോ മോളെ ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ? ഈ ഒരുപാട് വണ്ടികൾ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ താർ ജീപ്പാണ് കണ്ടത്. പിന്നെ വലിയ കാറുകളൊക്കെ. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചോ? ഇല്ല. ഈ വണ്ടികളൊക്കെ ഇഷ്ടമാണോ? അതെ. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി? താറാണോ? അല്ല, ബെന്റ്ലി. ഡ്രൈവിംഗ് പഠിക്കണ്ടേ? പിന്നെ പഠിക്കണം. 18 വയസ്സ് കഴിയാതെ ഏതെല്ലാം ലൈസൻസ് കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിരിക്കുക. എന്താണ് ഇപ്പം എന്നോട് പറഞ്ഞു പൈലറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഒരു ഇതും കൂടെ തുടങ്ങണമെന്ന് പറഞ്ഞു. എന്താണ് ഇനിയിപ്പം പൈലറ്റ് ആകാൻ പോവോ അതോ പുതിയൊരു സർവീസ് സെൻ്റർ കൂടെ തുടങ്ങുമോ? പൈലറ്റ് ആവാനുള്ള സാമ്പത്തിക ശേഷി ഏതായാലും ഇല്ല. നമുക്ക് പുതിയ തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും നമ്മൾ ഈ ജോലി തുടരുകയാണ്. ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലതായിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കാമെന്നുള്ളതാണ് അല്ലേ? അങ്ങനെ അമി മിടുക്കിയാണ്. ഒരു മാസമായി അടച്ച് കിടന്നിരുന്ന തങ്ങളുടെ കട അത് അമി തന്നെ മുൻകൈ എടുത്ത് തുടങ്ങുകയാണ്. ഒരുപാട് ലക്ഷ്യമുണ്ട്. ഒരു പൈലറ്റ് ആകണമെന്നാണ് ആഗ്രഹം. അത് ഇനിയും 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. +2 ഒക്കെ വിജയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.